അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലേണിംഗ് ക്ലാസ്സിൻ്റെ 12ാമത്തെ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ 11 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, നാമപ്രധാന വാചകം നോമിനൽ സെൻറ്റൻസ് ജുംല ഇസ്മിയ, ക്രിയാപ്രധാന വാചകം വെർബൽ സെൻറ്റൻസ് ജുംല ഫെലിയ. പിന്നെ 7 പ്രിപ്പോസിഷൻസ് പഠിച്ചു. മിൻ, ഇല, ഫി, അൻ, അല, ലി, ബി. പിന്നെ പ്രോനോൺ 14 പഠിച്ചു. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, അനഹനു. പിന്നെ ഈ പ്രിപ്പോസിഷനും പ്രോനോണും ചേർന്ന് വരുന്ന രൂപങ്ങളും പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അറബി ലാംഗ്വേജിൻ്റെ ബേസിക്കായിട്ട് വരുന്ന. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്രിയാവാചകങ്ങൾ. 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രിയാവാചകങ്ങൾ പഠിച്ചിരുന്നു. അതിൽ ആ ക്രിയാവാചകങ്ങളിൽ പെടുന്ന ക്രിയകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഏതൊരു ലാംഗ്വേജിൻ്റെയും അടിസ്ഥാനമായ വിഷയമാണ്. കഴിഞ്ഞ കാലക്രിയ, വർത്തമാനകാലക്രിയ, ഭാവി കാലക്രിയ, ഇതൊക്കെ അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അറബിയിൽ ക്രിയകളോട് സർവനാമങ്ങൾ ചേർന്ന് വരുന്ന രൂപമാണ്. ക്രിയൻ്റെ കൂടെ സർവനാമവും ചേർന്ന് വരുന്ന രൂപത്തിലാണ് അറബിയിൽ വരുന്നത്. അതിന് കാരണമുണ്ട്. അറബി എന്നുള്ളത് കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു ലാംഗ്വേജാണ്. ചെറിയൊരു സെൻറ്റൻസ്, ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥങ്ങളാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ അവൻ ചെയ്തു, ഇംഗ്ലീഷിൽ ഹീ ഡിഡ് എന്നുള്ളതിന് ഒരൊറ്റ വാക്ക് അറബി പറഞ്ഞാൽ മതി, ഫഅല എന്ന്. അതിൻ്റെ കർത്താവ് അവൻ എന്നുള്ള അതിനുള്ളിലുണ്ട്. അപ്പോൾ ആ രൂപമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ചാർട്ടിൽ കാണാം. കഴിഞ്ഞ കാലക്രിയ, പാസ്റ്റ് വെർബ്, അതിന് അറബിയിൽ പറയുക ഫെയിലു മാലി എന്നാണ്. ആ ക്രിയകളെ നമ്മൾ 3ആയി തിരിക്കാം. ഒന്ന് തേർഡ് പേഴ്സൺ, ഒന്ന് സെക്കൻഡ് പേഴ്സണോട് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് പേഴ്സൺ. അങ്ങനെ 3ആയി തിരിക്കാം. അതിലാദ്യമായി നമ്മൾ പഠിക്കുന്നത് പാസ്റ്റ് വെർബ് ഫോർ തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സണുള്ള പാസ്റ്റ് വെർബിനെ കുറിച്ചാണ്. ഫീലു മാലി ഗായിബ്, ഇവിടെ ഹാജറില്ലാത്ത, മലയാളത്തിൽ പ്രഥമ പുരുഷൻ എന്ന് പറയുന്ന ഹാജറില്ലാത്ത ആളെക്കുറിച്ച് പറയുന്ന ക്രിയകൾ. അപ്പം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് ഫഅല. അറബി ഗ്രാമറിൻ്റെ ബേസിക്കായിട്ട് ഒരു ക്രിയ എടുത്തിട്ടുള്ളത് ഫഅലയാണ്. ഇംഗ്ലീഷിൽ ഡു, ഡിഡ് എന്ന് പറഞ്ഞ മാതിരി അറബിയിൽ ഫഅലയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഖുർആനിൽ വന്ന ഉദാഹരണങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഫഅലയിൽ നിന്ന് മാറി മറ്റ് വെർബുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫഅല പ്ലസ് ഹുവ. ഫഅല ചെയ്തു, ഹുവ അവൻ ചെയ്തു. അത് രണ്ടും കൂടി ചേർന്നാൽ ഫഅല എന്ന് തന്നെ പറയൂ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കഴിഞ്ഞ കാലക്രിയ പറയുമ്പോഴും അതിൽ ഹുവ എന്നുള്ള ഒരു സർവനാമം അത് ഉറങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ. അവൻ ചെയ്തു എന്നാണ് പറയേണ്ടത്. കർത്താവിനെ പറയുകയാണെങ്കിൽ എന്നാ കർത്താവുണ്ട്. ഒരു കർത്താവിനും പറയുന്നില്ലെങ്കിൽ ഒരു അവൻ അതിനുള്ളിലുണ്ട്. അക്കല എന്ന് പറഞ്ഞാൽ അവൻ തിന്നു എന്നാണ്. സെമിയ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ്. അപ്പോൾ ഫഅല പ്ലസ് ഹുവ ഫഅല എന്ന് തന്നെ പറയുള്ളൂ. ഹി എ മാൻ ഡിഡ്, അവൻ ഒരു പുരുഷൻ ചെയ്തു. മെയിലാണ്, സിംഗുലറാണ് ഈ വേർഡ്, അതിനെ ഉപയോഗിക്കുള്ളൂ. ഖുർആനിൽ അത് ഉപയോഗിച്ചത് 105-ാം അധ്യായം സൂറത്ത് ഫീലിലെ 1-ാമത്തെ വചനം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലയോ, കൈഫ എങ്ങനെയാണ് ഫഅല പ്രവർത്തിച്ചിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്, റബ്ബുക നിൻ്റെ രക്ഷിതാബ്, ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഫഅല എന്നുള്ള ക്രിയക്ക് കർത്താവിനെ പറഞ്ഞു, റബ്ബു രക്ഷിതാവ് പ്രവർത്തിച്ചു. അപ്പോൾ പിന്നെ അവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാത്ത സ്ഥലങ്ങളിൽ അവൻ എന്ന് അവിടെ നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ഫഅല എന്നുള്ള ക്രിയൻ്റെ കർത്താവാണ് റബ്ബ്. നമ്മൾ 5ാമത്തെ ക്ലാസ്സിൽ
ക്രിയാവാചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു 4 ക്രിയാവാചകം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖത്തല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ കൊന്നു. ദറബല്ലാഹു, അള്ളാഹു ഉദാഹരണം പറഞ്ഞു. മതലൻ അഹദല്ലാഹു മീസാഖൻ നബിയിൻ, പ്രവാചകന്മാരുടെ ഉടമ്പടി അള്ളാഹു എടുത്തു. ഖദ് സമിഅല്ലാഹു ഖൗല, അള്ളാഹു വാക്ക് കേട്ടു ഒരു സ്ത്രീയുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിയ വന്നാൽ അതിൻ്റെ കർത്താവ് പറയണം. ഫഅല റബ്ബുക. ഇനി രണ്ടാമത്തേത് നോക്കാം. അക്കല എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണ്. പ്ലസ് ഹുവൻ്റെ ഡബിൾ രൂപമായ ഹുമ എന്ന് അവിടെ ചേർത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഹുമ അവിടെ ചേർക്കുമ്പോൾ ഈ ക്രിയൻ്റെ അവസാനത്തിൽ ചില ചേഞ്ചസ് വരുന്നുണ്ട്. അക്കല എന്നുള്ളത് ഒരു അലിഫ് ചേർത്തിട്ട് അക്കല എന്നാക്കണം. അതാണ് ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. ലാ പ്ലസ് അലിഫ് ഈസ് ഈക്വൽ ടു അക്കല. അക്കല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ചെയ്തു. ഫഅല പ്ലസ് ഹുമ ഫഅല, അവർ രണ്ടുപേരും ചെയ്തു. അക്കല പ്ലസ് ഹുമ അക്കല, അവർ രണ്ടുപേരും ഭക്ഷിച്ചു എന്നാണ്. അവർ 2 പുരുഷന്മാർ തിന്നു. ദേ 2 പേഴ്സൺസ്, മെയിലാണ് 8 എന്നാണ്. അപ്പോൾ മെയിൽ ഡബിൾ എന്നാണ് അത് ഉപയോഗിക്കുക. ഖുർആനിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 121-ാം വചനം. ആദം നബിയും ഹവ്വ ബീവിയും വിരോധിക്കപ്പെട്ട ആ പഴം തിന്നു. ഫഅക്കല മിൻഹാ ഫബദത് ലഹുമാ സൗആതുഹുമാ. എന്നിട്ട് അക്കല, അവർ രണ്ടുപേരും തിന്നു. മിൻഹ, ആ പഴത്തിൽ നിന്ന്. ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ നഗ്നത അപ്പോൾ അവർക്ക് വെളിവായി എന്ന് പറയുന്നത്. അപ്പോൾ അക്കല എന്നാണ്. അത് ഫഅലയാണെങ്കിൽ ഫഅല എന്നാണ് ഉണ്ടാകുക. മൂന്നാമത്തത് ഫഅല തന്നെ വരുന്നു. ഫഅല പ്ലസ് ഹും, ഹുവ ഹുമാ ഹും. ഹും മെയിലിൻ്റെ പ്ലൂറൽ സർവനാമം ഹും എന്നാണ്. അത് ചേരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്രിയയുടെ ഏത് ക്രിയ ആണെങ്കിലും ആ ക്രിയൻ്റെ അവസാന അക്ഷരത്തിന് ലമ്മ് കൊടുക്കണം. ഫഅല എന്നുള്ളത് ഫഅലു എന്നാക്കണം. എന്നിട്ട് ഒരു വാവും അലിഫും അതിനോട് ചേർക്കണം. വാവും, അപ്പോൾ ഫഅലു എന്നാവും. ഫഅലു എന്ന് പറഞ്ഞാൽ അവർ പുരുഷന്മാർ ചെയ്തു. അവർ പുരുഷന്മാർ ചെയ്തു. മെയിലാണ്, പ്ലൂറലാണ്. അപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവർ പുരുഷന്മാർ ചെയ്തു 3 വാക്ക് മലയാളത്തിൽ പറയണം. അതിന് അറബിയിൽ ഫഅലു എന്ന് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ കുറേ ദേ മാൻ ഡിഡ് എന്ന് പറയേണ്ടി വരും. കുറേ വാക്കുകൾ പറയണം. അറബിയിൽ അത് വേണ്ട. 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 28-ാം വചനത്തിൽ അത് വന്നിട്ടുണ്ട്. വഇദാ ഫഅലു ഫായിഷതൻ ഖാലു വജദ്നാ അലൈഹാ ആബാഅനാ. വൈദാ ഫഅലു ഫായിഷത്തൻ, അവർ പ്രവർത്തിച്ചാൽ, ഫായിഷത്തൻ നീചവൃത്തികൾ പ്രവർത്തിച്ചിട്ട് അവർ പറയും ഖാലു വജദ്നാ അലൈഹി ആബാഅന, അത് ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരെ അന്ധമായി അനുകരിക്കുകയാണ് എന്ന് പറയുന്നതാണ്. ഈ 3 രൂപം എന്താണ്? മെയിലിനുള്ളതാണ്, ആണിനുള്ളതാണ്. പുല്ലിംഗം അറബിയിൽ മുദക്കർ എന്ന് പറയും. മുദക്കർ എന്നുള്ളതാണ്. ഫഅല ഫഅല ഫഅലു. ഇനി വേറൊരു വെർബ് പറഞ്ഞാലും അക്കല അക്കല അക്കലു എന്നാണ്. ഇനി ഫീമെയിലിനുള്ള 3 എണ്ണമുണ്ട്. 4-മത്തത് നോക്കാം. സെമിയ പ്ലസ് ഹിയ. സെമിയ കേട്ടു, ഹിയ അവളാണ് കേട്ടത്. അപ്പോൾ വരുന്ന ചേഞ്ച് ഒന്നുമില്ല. ക്രിയൻ്റെ ലാസ്റ്റ് പ്ലസ് ത് എന്ന്, ത മഫ്തൂഹ ഓപ്പൺ ത, അത് ലാസ്റ്റ് ചേർക്കുക. സമിഅത്ത് അവൾ കേട്ടു അല്ലേ. ഫഅലത്ത് അവൾ ചെയ്തു. അക്കലത്ത് അവൾ തിന്നു. വാക്ക് കേട്ടാൽ തന്നെ അത് മെയിലാണോ ഫീമെയിലാണോ അറബിയിൽ അറിയാൻ പറ്റും. മറ്റ് ലാംഗ്വേജിൽ അത് അറിയാൻ പറ്റില്ല എന്നാണ്. അവൾ കേട്ടു ഫീമെയിൽ സിംഗുലറാണ്. ഷീ ഹേർഡ് എന്നാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 31-ാം വചനം. ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന. നമുക്കറിയാം യൂസുഫ് നബിയുടെ ചരിത്രം. അസീസ് രാജൻ്റെ ഭാര്യ സുലേഖ ബീബി യൂസുഫ് നബിയിൽ ആകൃഷ്ടയായതും അങ്ങനെ നാട്ടിലെ സ്ത്രീകളൊക്കെ അവരെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ ഫലമ്മാ സമിഅത്ത് അവൾ കേട്ടു. സുലേഖ ബീബി കേട്ടു എന്ത്? ബിമക്രിഹിന്ന അവരുടെ തന്ത്രത്തെക്കുറിച്ച്. അർസലത്ത് ഇലൈഹിന്ന അവരെല്ലാം വിളിച്ചു വരുത്തി. സൂറത്ത് യൂസുഫിലെ 31-ാം വചനത്തിൽ പറയും സമിഅത്ത് അവൾ കേട്ടു. സിംഗുലറാണ്, 1 ഫീമെയിലാണ്. സമിയത്ത് അവൾ കേട്ടു. ഇനി ഇതിൻ്റെ ഫീമെയിൽ, ഇതിൻ്റെ ഡബിള്, സമീയത്തിൻ്റെ ഡബിൾ വരണമെങ്കിൽ ഒരു അലിഫ് ചേർത്താൽ മതി. സമീയത്താ, അവർ രണ്ട് സ്ത്രീകൾ കേട്ടു.
ഇവിടെ അഞ്ചാമത്തെ ഉദാഹരണമായിട്ട് അഞ്ചാമത്തത് നോക്കുക. ഖാന വഞ്ചിച്ചു എന്നാണ് ഖാനിൻ്റെ അർത്ഥം. അതിനോട് നമ്മൾ ഹുമ ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീമെയിൽ ഡബിളാണ്. ഫീമെയിൽ ഡബിളാണ്. നേരത്തെ മെയിൽ ഡബിളിൽ നമ്മളൊരു അലിഫ് ചേർത്തതാണ്. ഇവിടെയും അങ്ങനെ തന്നെ. സെമിഅത്ത് എന്നാണ്. ഖാന ഫീമെയിലാക്കുമ്പോൾ ഖാനത്ത്, അവൾ വഞ്ചിച്ചു. അതിൻ്റെ ഡബിള് ഖാനത്താ. ഖാനത്താ ഉണ്ടോ? ഖാനത്താ, അവർ രണ്ടുപേരും വഞ്ചിച്ചു. അവർ രണ്ട് സ്ത്രീകൾ വഞ്ചിച്ചു. ഫീമെയിലാണ്, ഡബിളാണ്. അത് നമുക്കറിയാം. 66-ാം അധ്യായം തഹരീമിലെ 10-ാമത്തെ വചനത്തിൽ നൂഹ് നബിയുടെയും അതേമാതിരി ലൂത്ത് നബിയുടെയും ഭാര്യമാർ വിശ്വാസിനികളായിരുന്നില്ല. അവർ ആ രണ്ട് സ്വാലിഹായ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. കാനത്താ ഉണ്ടോ? കാനത്താ എന്നുള്ളത് ഡബിൾ തന്നെയാണ്. അവർ രണ്ടുപേരും ആയിരുന്നു തഹത്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹേ, നമ്മുടെ സജ്ജനങ്ങളായ അടിമകളിൽപ്പെട്ട രണ്ട് അടിമകളുടെ കീഴിലുള്ള ഭാര്യമാരായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഫഖാനത്ത, അവർ രണ്ടുപേരും വഞ്ചിച്ചു. ഹുമ, ആ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു എന്നാണ്. ഇനി ആറാമത്തത് ഫാലയോട് ഹുന്ന വരുന്നു. ഹിയ, ഹുമ, ഹുന്ന എന്നാണല്ലോ ഫീമെയിലിൻ്റെ 3 പ്രോനൗൺ. അത് ചേർന്ന് വരികയാണ്. ഫാല പ്ലസ് ഹുന്ന, അവർ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫീമെയിലാണ്, പക്ഷെ മെയിലല്ല, ഫീമെയിലാണ് അല്ലേ? മെയിലാകുമ്പോൾ ഫാലു എന്ന് വാവും അലിഫും ചേർത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഫഅല പ്ലസ് ഹുന്ന വരുമ്പോൾ ശ്രദ്ധിക്കുക, ഫഅല എന്നുള്ള ലാസ്റ്റ് ലെറ്ററായ ലാമിന് 0 ചെയ്യണം, സുക്കൂൻ ചെയ്യണം. എന്നിട്ട് ഒരു നാ ഒരു സിംഗിൾ നാ ചേർക്കുക. ഫഅൽന, ഫഅൽന, അവർ ചെയ്തു. അക്കലയാണെങ്കിൽ അക്കൽന, അവർ തിന്നു. സെമിയാണെങ്കിൽ സെമിഅന, അവർ കേട്ടു. ആരെ കേട്ടത്? ഫീമെയിലാണ്. അതിന് ഉദാഹരണം 2-ാം അധ്യായം ബഖറയിലെ 240-ാം വചനം. فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف. فإن خرجن, സ്ത്രീകൾ പുറപ്പെടുകയാണെങ്കിൽ, അതായത് സ്ത്രീകളെ ഇരിക്കുന്ന ഭർത്താവ് മരിച്ച സ്ത്രീനെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ആ കാലാവധി കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് ഖറജിന, ഖറജ, ഖറജ, ഖറജു, ഖറജത്ത്, ഖറജത്ത, ഖറജിന, ആ സ്ത്രീകൾ പുറപ്പെടുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് അവരുടെ കാലാവധി കഴിഞ്ഞ് പുറപ്പെടുകയാണെങ്കിൽ, ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റില്ല. ഫീമാ ഫഅൽന, അവർ ചെയ്തത്, അവർ സ്വയം ചെയ്യുക. അവരുടെ കാര്യത്തിൽ ഒരു ഭർത്താവിനെ തേടുന്നോ വിവാഹ വിഷയത്തിലോ അവർ സ്വയം നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ തടയേണ്ടതില്ല എന്നാണ്. ഫഅൽന. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ക്രിയയോട് ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമ, ഒരു പാസ്റ്റ് വെർബിനോട്, ഫെയില് മാലിയോട് സർവനാമങ്ങൾ ചേർന്ന് വരുന്ന രൂപമാണ് അറബിയിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സർവനാമങ്ങൾ ചേർന്ന് വരുമ്പോൾ ക്രിയയുടെ അവസാനത്തിൽ ചെറിയ ചേഞ്ചസ് വരും. ഫഅലയിൽ ചേഞ്ചില്ല, അവൻ ചെയ്തു, അവൻ ചെയ്തു. ഫഅല എന്ന് പറയുമ്പോൾ മെയിൽ ഡബിൾ ആകുമ്പോൾ ഒരു അൽഫ് ചേർക്കണം. അക്കല, ഫഅല. മെയിൽ പ്ലൂറൽ ആകുമ്പോൾ ക്രിയൻ്റെ അവസാനാക്ഷരത്തിന് ലമ്മ് ചെയ്യുകയും വേണം. എന്നിട്ട് വാവും അലിഫും ചേർക്കണം. ഫഅലു, അക്കലു എന്നൊക്കെ പറയാം. ഫീമെയിൽ ആകുമ്പോൾ ഹിയ, ഹുമാ, ഹുന്നയാണ്. ഹിയ ചേരുമ്പോൾ ക്രിയൻ്റെ അവസാനത്തിൽ ത്ത് എന്ന് ചേർക്കണം. ത്ത്, സെമിയത്ത്, അവൾ കേട്ടു. ഫഅലത്ത്, അവൾ ചെയ്തു. അക്കലത്ത്, അവൾ തിന്നു. ഡബിൾ ആകുമ്പോൾ ആ സെമിയത്ത് എന്നുള്ളതിന് ഒരു അലിഫ് ചേർത്താൽ മതി. സെമിയത്ത, ഖാനത്ത്, ഖാനത്ത, അവർ രണ്ടുപേരും വഞ്ചിച്ചു. പിന്നെ ഫീമെയിൽ പ്ലൂറൽ ആവുമ്പോൾ ക്രിയൻ്റെ അവസാനം സുക്കൂൻ ചെയ്യണം. എന്നിട്ട് നാ ചേർക്കണം. ഫഅൽന, അവർ പ്രവർത്തിച്ചു, സ്ത്രീകളാണ്. അക്കൽന, അവർ തിന്നു അല്ലേ? സമേന, അവർ കേട്ടു. ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഈ പാസ്റ്റ് വെർബിൻ്റെ തേർഡ് പേഴ്സൻ്റെ 6 രൂപങ്ങൾ പഠിക്കണം. ഫഅല എന്നുള്ളത് നോട് ഹുവ ചേരുമ്പോൾ ഫഅല എന്ന് തന്നെയാണ്. ഫഅല എന്നുള്ളതിന് ഹുമാ ചേരുമ്പോൾ ഫഅല എന്നാകും. ഞാൻ ചാർട്ട് കൊടുത്താണ് കേട്ടോ, നോക്കേ. ഒന്നാമത്തെ ചാർട്ടിൽ മുദക്കറാണ് ഫഅല, ഫഅല, ഫഅലു. രണ്ടാമത്തത് മുഅന്നസാണ് ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന. അപ്പോൾ ആ ചേഞ്ചസ് മനസ്സിലാക്കണം. ഇത് ബേസിക്കാണ്. എല്ലാ ക്രിയയിലും ഇത് നമ്മൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഫഅല പ്ലസ് ഹുവ ഫഅല, ഫഅല പ്ലസ് ഹുമ ഫഅല, ഫഅല പ്ലസ് ഹും ഫഅലു. മുഅന്നസിന് അറബിയിൽ പറയാം, മുഅന്നസ് എന്നാണ് ഫീമെയിലിന് അറബിയിൽ പറയാം. പിന്നെ ഫഅലത്ത് ഹിയാണ്, ത്ത് ചേർത്തു. ഫഅലത്ത അതിനോട് ഒരു അലിഫ് ചേർത്തു.
ഫഅൽന ഒരു നൂന് ചേർത്തു. ഇവിടെ ക്രിയൻ്റെ അവസാനം ചേഞ്ച് വരുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. 2 സ്ഥലങ്ങളാണ്. ഒന്ന് മേൽ പ്ലൂരൽ ഫഅലു, ല എന്നുള്ളത് ലു എന്നാക്കി വാവും അലിഫും ചേർക്കണം. ഒന്ന് ഫീമെയിൽ പ്ലൂരലാണ്, ല എന്നത് ല് എന്ന് 0 സുക്കൂൻ കൊടുത്തിട്ട് ലാസ്റ്റ് നാ ചേർക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ബൈഹാർട്ട് തന്നെ പഠിക്കുക. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത്ത ഫഅൽന. ഇത് വെച്ചിട്ട് ഏത് ക്രിയ തന്നാലും അക്കല പറയാൻ പറഞ്ഞാൽ അക്കല അക്കല അക്കലു, അക്കലത്ത് അക്കലത്ത അക്കൽന. പിന്നെ സമയ പറയാൻ പറഞ്ഞാൽ സമിയ സമിയ സമിയു, സമിയത്ത് സമിയത്ത സമീന. 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വെർബുകളുണ്ട്. ഹലക്ക സൃഷ്ടിച്ചു, ഹലക്ക ഹലക്ക ഹലക്കോ, ഹലക്കത്ത് ഹലക്കത്ത ഹലക്കിന. അങ്ങനെ നിങ്ങൾ ഒരു ഹോംവർക്ക് എന്നോണം ഒരു 2 വാക്കുകൾ നിങ്ങൾ സ്വയം അങ്ങനെ എഴുതി നോക്കുക. അത് ഒന്ന് ഖത്തലയാണ്, ഒന്ന് ലറബയാണ്. താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. സ്വയം എഴുതി നിങ്ങൾ ഈ 6 രൂപം ഈ 2 ക്രിയകളുടേതും നിങ്ങൾ എഴുതി നോക്കുക. ചെറിയ ഹോംവർക്ക് ഇതിൽ ആവശ്യമാണ്, എന്നാലേ നമ്മളിത് പഠിക്കുള്ളൂ. അള്ളാഹു ഈ അറബിക് ലാംഗ്വേജ് പഠിക്കുവാനും അതിലൂടെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.